Good afternoon all. നിങ്ങളുടെ വോയിസ് അൺമ്യൂട്ട് ആക്കാൻ പറ്റൂട്ടോ ഈ ടൈമിലൊക്കെ വോയിസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്ലാസ് എടുക്കുന്ന ടൈമിൽ മാത്രമാണ് നമ്മള് വോയിസ് മ്യൂട്ട് ആക്കിയിട്ട് ക്ലാസ് എടുക്കുള്ളൂ. ഓക്കെ, എന്നെ പരിചിതമായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? പേര് സോളി. വോയിസ് അൺമ്യൂട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാമല്ലോ. നമ്മള് വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ളവരൊക്കെയാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കയറിയാണ്. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. കാരണം ചിലരുടെ അല്ലേ നമുക്കറിയാം, ചിലർ ഇത്തിരി സ്പീഡിൽ, എന്റെ ലാംഗ്വേജ് ഇത്തിരി സ്പീഡാണ്. സോ ഞാൻ ഇത്തിരി സ്പീഡിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടി മനസ്സിലാകാത്ത പോർഷൻസ് ഒക്കെ എന്തെങ്കിലും ചോദിച്ചു പോകാം. ഓക്കെ, എല്ലാവരും വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് തന്നെയല്ലേ? എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവരുണ്ടോ? പേരൊക്കെ ഉണ്ട്. വേറെ ഡിസ്ട്രിക്റ്റുകള് തിരുവനന്തപുരംകാരുണ്ട്, മലപ്പുറമുണ്ട്. ഓക്കെ, ഇപ്പൊ എറണാകുളമുണ്ട്. ഓക്കെ, നമുക്കറിയാം ആലപ്പുഴയുണ്ട്. എല്ലാവരുടെയും ലാംഗ്വേജ് ഒക്കെ ഒരുപോലെ തന്നെ എല്ലാവർക്കും അല്ലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. സോ നമുക്ക് എന്താണ് ആവശ്യം അല്ലെ, വീണ്ടും മനസ്സിലാക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. കോട്ടയമുണ്ട്, മലപ്പുറമുണ്ട്, പാലക്കാടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എല്ലാവരൊക്കെ ആയിട്ട് ഒന്നിച്ച് ക്ലാസ്സിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പോ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ അൺമ്യൂട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിലൊക്കെ ചോദിച്ചു പോവാം. ലാസ്റ്റ് ടൈമിലും നമ്മൾ ചെറിയ രീതിയിൽ അൺമ്യൂട്ട് ആക്കും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ. പക്ഷെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും മ്യൂട്ട് ആക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാല് റെക്കോർഡ് ക്ലാസ് കാണേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാത്ത വിധത്തിൽ മ്യൂട്ട് ആക്കിയിട്ടായിരിക്കും ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇപ്പൊ നമുക്കറിയാം HRM കോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, നമുക്കറിയാം ഈ കാലഘട്ടത്തില് കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട വിഭാഗമാണ് അല്ലെ. പഴയ കാലഘട്ടത്തില് ഇങ്ങനെ HRM ഡിപ്പാർട്ട്മെന്റ് ഒന്നും വലിയ വലിയ ഓർഗനൈസേഷനിലൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം അവിടെ എംപ്ലോയീസിനെ കൊണ്ട് പണി ഏൽപ്പിക്കുക, അവര് വർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പാക്കി പോകുക എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ നവേ ഡേയ്സിൽ അല്ലെ നമുക്കറിയാം ഇതൊരു വലിയൊരു വാല്യബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ, ഏതൊരു കമ്പനിയും ഫേം ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം അവിടെ മെഷീനറി ഒക്കെ ധാരാളം ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ഫണ്ടിറക്കി വലിയ വലിയ സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ വിചാരിച്ച റിസൾട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ഇത്തരത്തില് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ട് പരമാവധി നല്ല രീതിയിൽ അല്ലെ, നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുക. ഈ ഒരു മെയിൻ എയിം ലക്ഷ്യം ഇട്ടുകൊണ്ട് തന്നെയാണ് HRM ഡിപ്പാർട്ട്മെന്റ് ഏതൊരു കമ്പനിയിലും ഓർഗനൈസേഷനിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അല്ലേ, അതുകൊണ്ടല്ലേ ഈ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോ HRM ഫീൽഡിലേക്ക് വരുമ്പോൾ എവിടെയും ഇങ്ങനെ ഒരു ഫീൽഡ് അല്ലെ, ഏതൊരു ചെറിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ കൂടി അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ ഏറ്റവും നല്ല എഫിഷ്യന്റ് ആക്കി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം അത് വരുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസ്റ്റ് തീർച്ചയായിട്ടും അവിടെ വരുന്നത്. ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലും നമ്മൾക്ക് പഠിച്ചു പോകാനുള്ളത് ഇത് തന്നെയാണ്. എംപ്ലോയീസിനെ അല്ലെ, നിലവിലുള്ള കമ്പനിയിൽ അല്ലെങ്കിൽ ഫേമില് ഇൻഡസ്ട്രിയിൽ എല്ലാം തന്നെ, അവിടെയുള്ള എംപ്ലോയീസിനെ എങ്ങനെ പരമാവധി അല്ലെ എഫിഷ്യന്റ് ആക്കി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം അത് വരുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ വരുന്നത്. ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലും നമ്മൾക്ക് പഠിച്ചു പോകാനുള്ളത് ഇത് തന്നെയാണ്. എംപ്ലോയീസിനെ നിലവിലുള്ള കമ്പനിയിൽ അല്ലെങ്കിൽ ഫേമില് ഇൻഡസ്ട്രിയിൽ എല്ലാം തന്നെ അവിടെയുള്ള എംപ്ലോയീസിനെ എങ്ങനെ പരമാവധി അല്ലെ എഫിഷ്യന്റ് ആക്കി
എന്താണ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചലഞ്ചസിലേക്ക് ഫേസ് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കത്തക്ക വിധത്തില് അവരെ എങ്ങനെ മുൻനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഈ എംപ്ലോയീസിനെ എങ്ങനെ നമ്മുടെ കമ്പനിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം എംപ്ലോയി എന്താണ് അത്യാവശ്യം നേടേണ്ട നോളജ് ഒക്കെ നേടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി നല്ല കമ്പനിയിലേക്ക് ചാടിക്കും അല്ലെ. അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും കമ്പനിയെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ്. കാരണം പുതിയൊരു എംപ്ലോയിനെ നമ്മുടെ കമ്പനിക്ക് അനുയോജ്യമായ രീതിയിലൊക്കെ വാർത്തെടുത്തതിന് ശേഷമായിരിക്കും ഇവര് മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്നത്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാലോ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ PDF? അതായത് നിങ്ങളുടെ ബുക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയോ? എല്ലാവരുടെ കയ്യിലുണ്ടോ? എല്ലാവരുടെ കൈവശമുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോകേണ്ടത് അബ്രോഡാണ്, കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് കിട്ടാത്തവരുണ്ട്, തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല. എന്നാലും കിട്ടുന്നവർക്ക് എളുപ്പമായിരിക്കും. അതിന്റെ മുകളിൽ ചെറുതായിട്ടൊക്കെ നോട്ട് ചെയ്ത് പോകാം. എന്തെങ്കിലുമൊക്കെ നമ്മള് അല്ലെ നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ്സുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അല്ലാത്തവർക്കും ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോയാൽ മതി. അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Okay, Introduction to Human Resource Management നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ഇപ്പോ വേറെ വോയിസ് ഒന്നും കയറി വരുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഞാൻ മ്യൂട്ടാക്കി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മ്യൂട്ടാക്കിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. മീനിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ്, എക്സെട്ര of the human resource in order to achieve organizational, social and individual objectives. അതായത് നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും അല്ലെ. ഏതൊരു സ്ഥാപനത്തിനും അതിന് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. വെറുതെ വന്ന് അവരുടെ എഫേർട്ടും ടൈമും ചെലവഴിച്ചിട്ട് ഒന്നും നേടാതെ പോകാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കില്ല വരുന്നത് അല്ലെ. അവർക്ക് തീർച്ചയായിട്ടും സാലറിയൊക്കെ കിട്ടണം, മതിയായ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. സോ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഈ ഒബ്ജക്റ്റീവ്സുകൾ നേടിയെടുക്കാനായിട്ട് നമുക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സസിന് തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന്റെ ലക്ഷ്യമൊക്കെ നേടിയെടുക്കണമെങ്കിൽ ആ വേക്കൻസി അനുസരിച്ചിട്ടാണ് എംപ്ലോയീസിനെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ വേക്കൻസി അനുസരിച്ചിട്ട് നമ്മൾ ആ പ്ലാനിങ് തയ്യാറാക്കണം. ദെൻ അതിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ സംഘടിപ്പിക്കണം. ദെൻ അവരെ സംഘടിപ്പിച്ച് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തി അവിടെ വേക്കൻസി അപ്പോയിന്റ്മെന്റ് ഒക്കെ നടത്തി കൊണ്ടുപോയാൽ മാത്രം പോരാ, അവരെ ഇന്ന ലക്ഷ്യങ്ങളിലേക്കാന്നുള്ള രീതിയിൽ അവരെ ഡയറക്റ്റ് ചെയ്യണം അല്ലെ. ഈ രീതിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ചെയ്യണം. അവരെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിനെ അതായത് എംപ്ലോയീസിന് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ മാറ്റി കേസ് കമ്പനിയുടെ ലക്ഷ്യത്തിലേക്ക് എല്ലാം മൂവ് ചെയ്തെങ്കിൽ അവര് വിചാരിച്ച ടാസ്കുകളൊന്നും കൈകാര്യം ചെയ്ത് പോകുന്നില്ല എങ്കിൽ അതെല്ലാം തിരുത്തി കൺട്രോളിംഗ് നടത്തി നിർവഹിക്കേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല എംപ്ലോയീസിന് തീർച്ചയായിട്ടും നമുക്കറിയാം അവര് മതിയായ രീതിയിൽ ലക്ഷ്യത്തോടു കൂടി വരുമ്പോൾ അവർക്ക് മതിയായ രീതിയിലുള്ള കോമ്പൻസേഷനുകളൊക്കെ കൊടുക്കണം. അവരുടെ സ്കില്ല് നോളജ് ഒക്കെ അല്ലെ നമുക്കറിയാം എംപ്ലോയീസിന്റെ നോളജ് അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിച്ചാലാണ് നമുക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ.
അപ്പൊ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. ഞാൻ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ അല്ലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തിയിട്ട് ലക്ഷ്യം അല്ലെ ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യമിടുന്നത് അതിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്താണോ ലക്ഷ്യമിട്ട് വരുന്നത് ഇതിലേക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള എംപ്ലോയീസിനെ ആസൂത്രണം ചെയ്ത് അവരെ സംഘടിപ്പിച്ചും അവരെ ഡയറക്റ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്ത് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള കോമ്പൻസേഷനുകളൊക്കെ കൊടുത്ത് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബൈഹാർട്ടൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ എന്താണ് മീൻ ചെയ്യുന്നത്. അതായത് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വേക്കൻസികൾ എന്തൊക്കെയാണോ, ആ ജോലി ഏത് തരത്തിലുള്ള ജോലിയാണോ വേക്കന്റ് ആയിട്ട് വരുന്നത്, ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തും. സോ ഈ അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടാണ് അനുയോജ്യമായ എംപ്ലോയീസിനെ കണ്ടെത്തുന്നത് അല്ലെ. അവരുടെ അപേക്ഷകളൊക്കെ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതൊക്കെ നല്ല രീതിയിൽ ഇന്റർവ്യൂ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടാണ് അതിൽ നിന്ന് നല്ല എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ഇവരെ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന അത്യാവശ്യം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം പോരാ, ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് ഇവരെ മൂവ് ചെയ്യിപ്പിക്കണം. ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ നോളജും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചലഞ്ചിങ് നിറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവരെ പ്രാപ്തരാക്കണം. ഇങ്ങനെ പ്രാപ്തരാക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. അവര് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ആ കമ്പനി വിട്ടുപോകും. ഓക്കെ, അപ്പൊ അവരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് പല പല കോമ്പൻസേഷനുകളും റിവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ നിലനിർത്തി കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു 3 സെന്റൻസിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസെപ്റ്റ് ഓഫ് HR. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിലൂടെയും ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് HRM പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRM or HR is the strategic approach to the effective management of people in a company or organization such that they help their business gain a competitive advantage. ഓക്കെ, നമുക്കറിയാം നമ്മള് വളരെ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല അല്ലെ. തന്ത്രപരമായ രീതിയിലൊക്കെയാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് വേണം ഇങ്ങനെ ഈ എംപ്ലോയീസിനെ എഫിഷ്യന്റ് ആക്കിയ നല്ല കാര്യക്ഷമമാക്കിയ എംപ്ലോയി ആക്കി മാറ്റുന്നത്. അങ്ങനെയുള്ള രീതിയിൽ മാറ്റിയാൽ മാത്രമാണ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ നേടിപ്പോകാനായിട്ട് സാധിക്കുള്ളൂ. അതായത് വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തില് ഒരു ബിസിനസ് വിജയിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഇടയിൽ നല്ല കാര്യക്ഷമമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അതൊരു തന്ത്രപരമായിട്ട് അല്ലെ സ്ട്രാറ്റജിക് സമീപനങ്ങൾ, തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. It's designed to maximum employee performance in service of an employer's strategic objectives. ഓക്കെ, തൊഴിലുടമ എന്താണോ ലക്ഷ്യമിടുന്നത്, ഓക്കെ ആ ബിസിനസ്സിൽ നിന്ന് എന്താണോ തൊഴിലുടമ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് എംപ്ലോയിയെ കൊണ്ട് മാക്സിമം പെർഫോമൻസ് അല്ലെ അവർ നല്ല അപ്പോർട്ടോടുകൂടി വർക്ക്ഔട്ട് തരുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്യേണ്ടത്. It's designed, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. It's designed to maximum employee performance അല്ലെ. നമ്മള് HR മാനേജ്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത് എന്താണ്, എംപ്ലോയീസിൽ നിന്ന് മാക്സിമം പെർഫോമൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവരെ ലക്ഷ്യമിടുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണോ തൊഴിലുടമ ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ?
ക്ലിയർ ആണോ? എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മെസ്സേജ് എന്തൊക്കെ അയച്ച് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം കേട്ടോ. ഒന്നുകൂടി പറയേണ്ടതുണ്ടെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. യെസ്, അപ്പൊ നമ്മൾ കണ്ടു എന്താണ് HR അല്ലെ, ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. എന്താണ് ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ എംപ്ലോയീസ് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യണം. ആ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് പ്രകടമാക്കണമെങ്കിൽ തന്ത്രപരമായ പല നീക്കങ്ങളും ഈ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ കണ്ടെത്തേണ്ടതുണ്ട്. അത് implement ചെയ്യണം അല്ലെ, നടപ്പാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. The scope of HRM is a very wide personal aspect. This is a concern with the manpower planning, recruitment, selection, placement, transfer, promotion, training and development, layoff and retrenchment, remuneration, incentives, productivity, etc. ഓക്കെ, എന്റെ വ്യാപ്തി നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി ചെറിയൊരു കാര്യമല്ല അല്ലെ. ഇത് എന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒരുപാട് വൈഡായിട്ട് കിടക്കുകയാണ്. കാരണം ജസ്റ്റ് ഒരു എംപ്ലോയിനെ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് കൊടുത്ത ഓക്കെ സാലറിയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴും ബിസിനസ് ഡെവലപ്പ് പോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്കറിയാം ഒരു നല്ലൊരു റിസോഴ്സസ് ആണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ആ റിസോഴ്സസ് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താലാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നന്നായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അതിന്റെ പിന്നീട് എപ്പോഴും ഒന്ന് നന്നായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലെ. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കി നിലനിർത്തണം. ഇൻ കേസ് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നോളജി ഒക്കെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം അല്ലെ. ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിസ് ഇസ് കൺസേൺ വിത്ത് മാൻ പവർ പ്ലാനിങ്. തീർച്ചയായിട്ടും എന്ത് തരത്തിലുള്ള ഒഴിവാണോ ആ ഒഴിവനുസരിച്ചിട്ട് നമ്മൾ എംപ്ലോയീസിനെ കണ്ടെത്തണം. റിക്രൂട്ട്മെന്റ് നമുക്കറിയാം, അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു തരത്തില് അല്ലെ എന്താണോ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ. ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് പലതരത്തിലൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലൊക്കെ പഠിച്ചുള്ളത് വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതില് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം പലതരത്തില് നമുക്ക് റിക്രൂട്ട്മെന്റ് നടപടി നടത്താം. അതായത് ചിലപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ വേണമെങ്കിൽ അല്ലെ ഫ്രഷ് ആയിട്ടുള്ളവരിൽ നിന്ന് നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം. അതല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്ത് എന്താണ് ഈ ആപ്ലിക്കേഷൻസ് അല്ലെ ഈ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഏതാണ് ചെലവ് കുറഞ്ഞത് എന്ന നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം അല്ലെ, അത് ആ ഒരു തന്ത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരം നടപടികൾക്ക് അത് ശ്രമിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്കറിയാം നല്ല എന്താണ് ഇന്റർവ്യൂ അതേമാതിരി തന്നെ എന്താണ് ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ ഒരുപാട് പേര് നിന്ന് ഇന്റർവ്യൂ ചെയ്യാം, അതല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒരു വ്യക്തിപരമായിട്ട് ഇന്റർവ്യൂ ചെയ്യാം അല്ലെ. പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം നവഡേയ്സിലൊക്കെ ഇപ്പോ നമുക്ക് സാങ്കേതിക വിദ്യ അല്ലെ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും നമുക്കറിയാം ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. അവരെ പ്ലേസ്മെന്റ് അല്ലെ നമുക്കറിയാം ഈ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അവരെ നിയമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ മുന്നോട്ട് നിന്ന് പോകണം. അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അടുത്ത ജോലി തേടി അവർ പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇൻ കേസ് അവർക്ക് പ്രൊമോഷൻ സാധ്യതകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്തരം സാധ്യതകൾക്കൊക്കെ അവര് തന്നെ അല്ലെ ആദ്യം തന്നെ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ പൊതുവെ കമ്പനികളൊക്കെ എന്താ ചെയ്യാം, നിലവിൽ നമ്മളുടെ അല്ലെ നമ്മുടെ കമ്പനിയിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ മേൽത്തട്ടിൽ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ എന്താ ചെയ്യാം തരത്തിലുള്ള വേക്കൻസി അല്ലെ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടോന്ന് നോക്കും. തീർച്ചയായിട്ടും എംപ്ലോയീസിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രൊമോഷൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു എയിമോട് കൂടിയിട്ട് ചോയ്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്തായിരിക്കും HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ട്രാൻസ്ഫർ വേണമെങ്കിൽ കൊടുക്കാം, മറ്റൊരു ബ്രാഞ്ചിലേക്കൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് കൊടുക്കാം. അതല്ല അങ്ങനെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. അതേപോലെ തന്നെ പുതിയ പുതിയ മിഷൻസോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കണം. സോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഡെവലപ്മെന്റ് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ എന്താണ് വികസിപ്പിക്കാനായിട്ട് ചില പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നതും അത് അറേഞ്ച് ചെയ്യുന്നതും
അതേപോലെ തന്നെ തൊഴിലുടമയുടെ ഭാഗത്ത് അത് അല്ലെ മനസ്സിലാക്കി കൊടുക്കുന്നതെല്ലാം തന്നെ HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് തന്നെയാണ്. ലേ ഓഫ് ആൻഡ് റിട്രെൻച്ച്മെന്റ്. എന്താണ് ലേ ഓഫ് എന്ന് പറയുന്നത്? ലേ ഓഫ് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം നിങ്ങൾ സുപരിചിതമായിരിക്കും. എല്ലാവരും കൊമേഴ്സ് ഗ്രൂപ്പുകാരാണ് അല്ലെ? ആണോ? അല്ലാത്തവരുണ്ടോ? കൊമേഴ്സ് ഗ്രൂപ്പ് അല്ലാത്തവരുണ്ടോ? ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ടോ? കൊമേഴ്സ് ഗ്രൂപ്പ് അല്ലാത്തവർക്കും എന്താണ് മനസ്സിലാക്കി പോകാവുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാം ഓക്കെ അല്ലേ? ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? കൊമേഴ്സുകാരുടെ അല്ലാത്തവരുമുണ്ട്, ഉള്ളവരുമുണ്ട്. ഓക്കെ, എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇത്. സോ അതിലെ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ലേ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ സീസണലായിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം മഴക്കാലത്തൊക്കെ കുടനിറമാണ് അങ്ങനെയൊക്കെയുള്ള അല്ലെ കോട്ട് മഴക്കോട്ടൊക്കെ നിർമ്മിക്കുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അതിനുശേഷം അവർക്ക് അല്ലെ കുറച്ച് നാളത്തേക്ക് ഡ്യൂട്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് നെക്സ്റ്റ് ടൈമിലും അവർ കിട്ടേണ്ടതുണ്ട് കമ്പനിക്ക് അല്ലെ. അപ്പൊ അവർക്ക് ചെറിയ രീതിയിലുള്ള സംഭവം അല്ലെ, ചെറിയ രീതിയിലുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ പിരിച്ചുവിടുന്നത്. പിന്നെ 6 months കൂടുമ്പോൾ അവർ തിരിച്ചും ജോലിയിലേക്കൊക്കെ വരും. അപ്പൊ അങ്ങനെ രീതിയിൽ താൽക്കാലികമായിട്ട് വേണമെങ്കിൽ എംപ്ലോയീസിനെ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലൊക്കെ ആലോചിക്കണം. വെറുതെ അവർ ഒഴിവാക്കിയ ചിലപ്പോൾ നെക്സ്റ്റ് ടൈമിൽ അവരെ കിട്ടില്ല. സോ അതിനനുസരിച്ചിട്ട് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റിട്രെൻച്ച്മെന്റ്. ഇൻ കേസ് അധികം എംപ്ലോയീസിന് വേണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഇപ്പൊ 10 എംപ്ലോയീസിനൊക്കെ നമ്മൾ നിർത്തി ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ചിലപ്പോൾ വേണമെന്നില്ല, കുറച്ചും കൂടെ കഴിയുമ്പോൾ 8 അല്ലെ 8 നമ്പർ ഓഫ് എംപ്ലോയീസിനെ മതിയെങ്കിലും 2 പേരെ ചിലപ്പോൾ തിരിച്ചു അല്ലെ പറഞ്ഞു വിടേണ്ടതായിട്ട് വരും. സോ അവരെയും ഈ പറഞ്ഞ മാതിരി എളുപ്പത്തിൽ പിരിച്ചുവിടാനായിട്ടൊന്നും സാധിക്കില്ല അല്ലെ. അതൊക്കെ ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം, അവർക്കും ഈ പറഞ്ഞ കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമാണ് പിരിച്ചുവിടാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നവരാണ് HRM ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻസെന്റീവ്സ്, പ്രൊഡക്ടിവിറ്റീസ് ഒക്കെ നമുക്കറിയാം. ഇൻസെന്റീവ്സ് അവര് നന്നായിട്ട് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണം. ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എംപ്ലോയീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെയാണോ? അപ്പൊ വെരി വൈഡ് എന്നുള്ള കാര്യത്തില് ഏകദേശം ധാരണ കിട്ടി അല്ലെ. The scope of HRM is very wide എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 1-2 കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് HRM മാനേജ്മെന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതായത് എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ HRM മാനേജ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കി. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ. നമ്മള് ഓർഗനൈസേഷനിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ മാക്സിമം എംപ്ലോയിയുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അല്ലെ, അതാണ് പ്രധാനമായിട്ടും HRM ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വെരി വൈഡ് ആണെന്നും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. കാരണം അതിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ഒക്കെ എന്താ പറയുക വൈഡ് ആയിട്ട് തന്നെ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി പോകും. ഓരോ പോർഷൻസും എന്താണ് സെലക്ഷൻ, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്ലേസ്മെന്റ്, റിക്രൂട്ട്മെന്റ് ഇതെല്ലാം തന്നെ വിവരിച്ച് പഠിക്കുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ചെയ്യാലോ. അപ്പൊ അതിന്റെ സ്കോപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേരാം. വെരി വൈഡ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചേരാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മോഡൽസ് ഓഫ് HR. ഇനി ഇതിൽ വ്യത്യസ്ത മോഡലുകൾ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതില് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു 4 മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് റെഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഹോംറൺ മോഡല്, ദെൻ സെക്കൻഡ് വൺ ഹാർവാർഡ് മോഡല്, ദെൻ ഗസ്റ്റ് മോഡല്, ദെൻ വാർവിക് മോഡൽ. ഓക്കെ, ഇപ്പൊ എല്ലാതെയും കുറെ മോഡലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മുടെ ടെസ്റ്റ് റെഫർ ചെയ്യുന്നത് ഈ 4 മോഡലാണ്. ഹോംറൺ മോഡൽ ആൻഡ് ഹാർവാർഡ് മോഡല്, ഗസ്റ്റ് മോഡൽ ആൻഡ് വാർവിക് മോഡൽ. എന്താണ് ഹോംറൺ മോഡലിൽ പറയുന്നത്? അതായത് നമുക്കറിയാം എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഏറ്റവും നല്ലതാക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അല്ലെ. അപ്പൊ ഓരോരുത്തരുടെയും വീക്ഷണത്തില്
നമുക്കറിയാം എംപ്ലോയീസിന്റെ ഈ പെർഫോമൻസ് എങ്ങനെ ഏറ്റവും നല്ലതാക്കാം എന്നുള്ളതാണ് ഓരോ മോഡലുകളും നമുക്ക് വിവരിച്ച് തരുന്നത്. ഓക്കെ, കോംപ്രഹൻഡ് മോഡലിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ദ 4 functions ആണ്, അതായത് 4 ഫങ്ഷൻസ്: സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. ഈ 4 പ്രവർത്തനങ്ങൾ, അതായത് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസിനെ, ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതായത് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ടായിരിക്കണം റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തേണ്ടത്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ദെൻ അപ്രൈസൽ, അവരെ വിലയിരുത്തുക. ഓക്കെ, അവരെ നന്നായിട്ട് വിലയിരുത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങൾ, അതായത് അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങോ എന്തെങ്കിലും പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ നോളജും അറിവും സ്കില്ലും വർദ്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള സ്കില്ല് അല്ലെ അവിടെ ട്രെയിനിങ് പാക്കേജുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കും. ഇത്ര മാത്രം കൊണ്ട് മാത്രമല്ല അവസാനിക്കുന്നത്, അവർക്ക് റിവാർഡ്സ് കൊടുക്കുക അല്ലെ. ഇച്ചിരി കൂടി കമ്പനിയോട് കമ്മിറ്റ്മെന്റോട് കൂടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും റിവാർഡുകൾ, പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുക. ചിലപ്പോ മോണിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളോ അതല്ലാതെ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും അല്ലെ നോൺ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ നല്ല പെർഫോമൻസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കോംപ്രഹൻഡ് മോഡലിൽ എടുത്തു പറയുന്നത്. ഓക്കെ, these 4 constituent components of HRM and are expected to contribute to organizational effectiveness. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ നല്ല ഫലപ്രാപ്തിയോടുകൂടി പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള 4 ഫംഗ്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ എന്താണ്, എംപ്ലോയീസ് നല്ല രീതിയിലുള്ള അല്ലെ അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ സംഭാവന നല്ല രീതിയിൽ ലഭ്യമാക്കുമെന്നാണ് പറയുന്നത്. കോംപ്രഹൻഡ് മോഡലിൽ പറയുന്നത് എന്താണ്, 4 ഫങ്ഷൻസിനാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. കോംപ്രഹൻഡ് മോഡല് നോട്ട് ചെയ്യാം. 4 ഫങ്ഷൻസ്, ഏതൊക്കെ ഫങ്ഷൻസ് ആണ്? സെലക്ഷൻ പ്രൊസീജിയർ നടപ്പാക്കുമ്പോൾ, അപ്രൈസല്, അവരെ വിലയിരുത്തല്, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. ഇത്തരം 4 കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസോട് കൂടിയിട്ട് എംപ്ലോയീസിനെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ചെയ്യാമോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ഈ മോഡലുകൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് വളരെ സ്പീഡില് ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ചെറിയ ചെറിയ ഷോർട്ടിലാണ് പറയുകയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളാണ് അതിൽ പങ്കുവയ്ക്കാനുള്ളത്. പക്ഷെ നമ്മൾ ഷോർട്ടായിട്ട് തന്നെ പറയുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്കറിയാം സെലക്ഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അവിടെ ആപ്ലിക്കേഷൻസിന് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്, അതേമാതിരി തന്നെ റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇന്റർവ്യൂ നടത്തേണ്ടത്, സെലക്ട് ചെയ്യേണ്ടതാണ്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതൊക്കെ ഒരുപാട് വൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഒപ്പം തന്നെ വിലയിരുത്തൽ അല്ലെ, ഇവരുടെ പെർഫോമൻസുകളൊക്കെ ഇടയ്ക്ക് പോയി നമുക്കറിയാം സൂപ്പർവൈസറിനൊക്കെ വെച്ചിട്ട് വിലയിരുത്തണം. ഓക്കെ, അങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം അവര് തന്നെ പറയും അല്ലെ, ചിലപ്പോൾ എംപ്ലോയീസ് പങ്കുവെക്കും, നമുക്ക് മതിയായ രീതിയിൽ കുറച്ചും കൂടെ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലൂടെ പെർഫോം ചെയ്യാൻ സാധിക്കും അല്ലെ. ഇത് പുതിയ നമ്മൾ പഠിച്ച അക്കാദമിക് ക്വാളിഫിക്കേഷനിൽ നേടിയതിനേക്കാൾ അപ്പുറം ഈ പുതിയ ഇംപ്ലിമെന്റ് ചെയ്ത മെഷീന്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടി വരവ് വേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള രീതിയിലുള്ള തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എംപ്ലോയീസിന്റെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കണം. ആ പരിഗണിച്ചതിന് ശേഷം അവർക്ക് ട്രെയിനിങ്ങും അല്ലെ എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കണം. അതാണ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, അവരുടെ സ്കില്ല്, നോളജ് വികസിപ്പിക്കുന്ന പ്രക്രിയ. അതിനുശേഷം അവര് റിവാർഡ്സുകളൊക്കെ കൊടുത്ത് കുറച്ചും കൂടി കോൺഫിഡൻസോടുകൂടി അത് മാത്രമല്ല കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി ആക്കി മാറ്റിയെടുക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ്, എംപ്ലോയീസ് നല്ല ബെറ്റർ പെർഫോമൻസ് തന്നെ അല്ലെങ്കിൽ നല്ല ഫലപ്രദമായിട്ടുള്ള പെർഫോമൻസ് തന്നെ ഓർഗനൈസേഷനിൽ കാഴ്ചവെക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് പോകാം. നെക്സ്റ്റ് മോഡൽ എന്താ പറയുന്നത്? ദ ഹവാർഡ് മോഡൽ. എന്താണ് ഹവാർഡ് മോഡലിൽ പറയുന്നത്?
one of the most significant and most influential models of management. The Harvard model was initially developed by several experts led by Michael Beer in 1984 at Harvard University. Okay, ഒരു പ്രധാനപ്പെട്ട അതേപോലെ തന്നെ നല്ല പ്രചോദനാത്മകമായിട്ടുള്ള ഒരു മോഡലാണ് എന്താന്ന് പറയുന്നത് ഹാർവാർഡ് മോഡല്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? മിഖായൽ ബിയർ അല്ലെ. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പോട് കൂടിയിട്ടുള്ള രീതിയിൽ അല്ലെ, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പോട് കൂടിയിട്ടാണ് ഈ മോഡൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അത് ഏത് കാലഘട്ടത്തിലാണ്? 1984 അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കാം, 1984 ഈ മോഡല് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ മോഡല് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഹാർവാർഡ് മോഡലിലെ അല്ലെ ഏത് ലീഡർഷിപ്പോട് കൂടിയിട്ടാണ് ഹാർവാർഡ് മോഡൽ വന്നിരിക്കുന്നത്? മിഖായൽ ബിയർ ആണ്. ഏത് ഇയർ ആണ്? 1984. ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ചെറിയ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ ആ സെന്റൻസ്. The Harvard model is operating with 5 significant components. Okay, അവിടെ നമ്മൾ 4 കമ്പോണൻസിനാണ് കമ്പോണൻസിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ഇവിടെ 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്ന കമ്പോണൻസ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM policies, HRM outcomes, and long-term consequences the organization is set out of to accomplish. Okay, നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതില് പല ഘടകങ്ങളുണ്ട് അല്ലെ. ഇന്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, അവിടെ ഇന്റേണലി ഒരുപാട് എംപ്ലോയീസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇതിന്റെ ആ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടാകും. നമ്മുടെ പ്രൊഡക്ഷൻ മേടിക്കാൻ കസ്റ്റമർ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ അവിടെ കൺസിഡർ ചെയ്യണം, പരിഗണിക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഓക്കെ, അത് വേണ്ടി വരും അല്ലെ. നമ്മളൊരു ബിസിനസ് സ്ഥാപനം വെറുതെ കൊണ്ടുവന്ന് അവിടെ മാർക്കറ്റിലെ ബിസിനസ് അല്ലെ അതിന്റെ മാർക്കറ്റബിൾ ആവോ എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉത്പാദിപ്പിച്ച് വിപണനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഫാക്ടറിനെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഹാർവാർഡ് മോഡലിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്കറിയാം ആ കമ്പനിയില് തൊഴിലുടമകളുണ്ട്, തൊഴിലാളികളുണ്ട്. തൊഴിലാളികളെ പോലെ തന്നെ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ മാനേജ്മെന്റ് ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സ് അല്ലെ, നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് കൈകാര്യം ചെയ്ത് പോകുന്നത് അല്ലെ. അവരെല്ലാം അവരുടെയൊക്കെ താല്പര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, തൊഴിലുടമ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിലാളി അദ്ദേഹത്തിന്റെ സമയവും എഫേർട്ടും അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സാലറിയൊക്കെ അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. അവിടെ കസ്റ്റമർ അവർ പേയ്മെന്റ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സേവനം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലഭ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, സിറ്റുവേഷൻ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റുകൾ അത് ശ്രദ്ധിക്കണം. ദെൻ HRM പോളിസീസ്. നമ്മള് നയങ്ങളൊക്കെ രൂപീകരിക്കും അല്ലെ. ഇന്ന രീതികളിലൊക്കെ ആയിരിക്കണം നമ്മളൊരു കുറെ നിയമ നടപടികളൊക്കെ നയങ്ങളൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടാവും. ആ നിയമങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി അല്ലെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിനോടൊക്കെ താല്പര്യത്തോടും അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സിനോടൊക്കെ അനുയോജ്യമായിട്ടുള്ള പോളിസി നയങ്ങളായിരിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഔട്ട്കംസും ആ റിലേറ്റഡ് ആയിരിക്കും അല്ലെ. ഈ പറഞ്ഞ നമ്മളെ ഒന്നും ശ്രദ്ധിക്കാതെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എംപ്ലോയീസിന് അത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കസ്റ്റമേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടിയെന്നൊന്നും വരില്ല. സോ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അല്ലെ. കമ്പോണൻസ് എല്ലാം ഒന്നിനോടൊന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ അല്ലെ നമുക്കറിയാം ഫ്യൂച്ചറിനെയും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ, ഇൻ കേസ് ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്യൂഷൻ സെന്റർ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് പ്രധാനമായിട്ടും അതിൽ നിന്ന് പ്രോഫിറ്റ് നേടിയെടുക്കണമെന്നായിരിക്കില്ല അല്ലെ. അറിയപ്പെടുന്ന ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം, അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം എന്നായിരിക്കും ആദ്യം ആഗ്രഹിക്കുന്നത് അല്ലേ. ആണോ? ആയിരിക്കും, അങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്നത്.
ഇങ്ങനെ ആഗ്രഹിക്കില്ലേ? ഏതെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങില് അതെ അല്ലെ, ആദ്യം ഒരുപാട് എന്താ പറയാ, ഒരുപാട് പ്രോഫിറ്റ് ലക്ഷ്യം ഇട്ടുകൊണ്ട് എല്ലാവർക്കും അല്ലെ ബൾക്കായിട്ടുള്ള കോസ്റ്റ് ഒക്കെ ചെലവഴിക്കാൻ എന്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ആരും വില്ലിങ് ആവില്ല അല്ലെ. നല്ലൊരു ഫെസിലിറ്റിയാണ്, കേസ് കൊടുക്കുന്നതനുസരിച്ചിട്ടുള്ള നല്ല സേവനങ്ങൾ അവിടെ ലഭ്യമാകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് കസ്റ്റമേഴ്സ് വരുള്ളൂ. സോ അവിടെ ലോങ് ടൈം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ലക്ഷ്യമിട്ടിട്ടായിരിക്കും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതെല്ലാം തന്നെ അല്ലെ, ഇതെല്ലാം തന്നെ ഈ കമ്പോണൻസ് എല്ലാം തന്നെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിൽ പെർഫോമൻസ് നേടിയെടുക്കാനായിട്ട്. സോ നമ്മുടെ എന്താണ് തൊഴിലാളികളുടെ താല്പര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷന് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും, നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് the Hubbard model is operating with the 5 significant components of situation factors, stakeholders interest, HRM policies, HRM outcomes, and long-term consequences of the organization is set out to accomplish. അങ്ങനെ അല്ലെ ഉദ്ദേശിച്ച നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹവാർഡ് മോഡൽ ആണ്. അതായത് ഒരിക്കലും എന്താണ് കസ്റ്റമറെ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ എംപ്ലോയീസിനെയും കൺസിഡർ ചെയ്യണം. തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, കസ്റ്റമേഴ്സും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും കൂടി കൺസിഡർ ചെയ്ത് എല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബിസിനസ് നല്ല രീതിയിൽ ഔട്ട്കംസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? അതിലെ കമ്പോണൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക്ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസീസ് ആൻഡ് HRM ഔട്ട്കംസ് ആൻഡ് ഔട്ട്കം കോൺസിക്വൻസ് അല്ലെ. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു മോഡലും കൂടി, 2 മോഡൽ ഉണ്ട്, അതിന്റെ അല്ലെ ഒരു അടുത്ത മോഡൽ നമുക്ക് നോക്കാം. ഇതാണ് ഗസ്റ്റ് മോഡൽ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്ത് പോകാലോ? ഓക്കെ ആണോ? Guest model എന്താ പറയുന്നത് നോക്കാം. The model was developed by David Guest in 1997. 1997 ഈ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഡേവിഡ് ഗസ്റ്റ്. This model emphasizes on the assumption that the HR manager has a specific strategies to begin with, which demand certain practices and when executed will result in outcomes. Okay. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം അല്ലെ. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ടാർഗറ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് എന്താണോ പ്രിഫർ ചെയ്തിരിക്കുന്നത് അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യം അല്ലെ, അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആ തന്ത്രങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുകയും ചെയ്യാം. മാനേജറിന്റെ പോസ്റ്റിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പല തന്ത്രങ്ങൾ വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യും. എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം, അതല്ലെങ്കിൽ അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കാം. എനിവേ ഏത് തന്നെയാണെങ്കിലും ഏത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതി അഡോപ്റ്റ് ചെയ്താൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പറയാണ് ദീസ് ഔട്ട്കംസ് ഇൻക്ലൂഡ് ബിഹേവിയറൽ പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ്. ഓക്കെ, അവരുടെ പെർഫോമൻസ് അല്ലെ, എംപ്ലോയിയുടെ പെർഫോമൻസ് ഏറ്റവും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് മെയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ വേണമെങ്കിൽ ഫിനാൻഷ്യൽ റിവാർഡ്സ് ഒക്കെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. ഫിനാൻഷ്യൽ റിവാർഡ്സ് ഒക്കെ കൊടുത്തുകൊണ്ടാണെങ്കിലും എന്താണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല തന്ത്രങ്ങളും ആർക്ക് പ്രയോഗിക്കാം? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ പ്രയോഗിക്കാം. ലക്ഷ്യം എന്നേ ഉള്ളൂ നല്ല ബെറ്റർ പെർഫോമൻസ് നേടിയെടുക്കുക എന്നുള്ളത്, അതായത് എംപ്ലോയീസിന്റെ ബെറ്റർ പെർഫോമൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വേണമെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊടുക്കാനൊക്കെ അല്ലെ, അവരുടെ കുറച്ചും കൂടി നല്ല മോട്ടിവേഷൻ കൊടുത്ത് നല്ല എനർജറ്റിക് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിവാർഡ്സ് ഒക്കെ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡല് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ആ ഒരു ഇയർ നോട്ട് ചെയ്തിരിക്കാം. ഗസ്റ്റ് മോഡല് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1997 അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഡേവിഡ് ഗസ്റ്റ് ആണ്.
ഓക്കെ, അതില് പറയുകയാണ് പെർഫോമൻസ് റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ, റിവാർഡ്സ് കൊടുത്തുകൊണ്ടാണ് പെർഫോമൻസ് വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നു. ആ സ്പെസിഫിക് സ്ട്രാറ്റജി വേണമെങ്കിൽ റിവാർഡ്സ് കൊടുത്തുകൊണ്ട് പെർഫോമൻസ് അത് വികസിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. വാർവിക് മോഡൽ. ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് വാർവിക് മോഡൽ ആണ്. വാർവിക് മോഡലിൽ എന്താ പറയുന്നത്? വാർവിക് മോഡൽ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ റിസർച്ചേഴ്സ് Chris Henry and Andrew M. Pettigrew at the University of Warwick in the early 1990s. വാർവിക് യൂണിവേഴ്സിറ്റി 1990s ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ച് റിസർച്ചേഴ്സ് അല്ലെ, ഗവേഷകര് ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രൂ എം പെറ്റിഗ്രൂ ഒക്കെയാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ മോഡലിന്റെ പേരാണ് വാർവിക് മോഡല്. ഡെവലപ്ഡ് ഫ്രം ദ ഹവാർഡ് മോഡല്. അത് ഹവാർഡ് മോഡലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു മോഡലാണ്. നമ്മൾ ജസ്റ്റ് ഹവാർഡ് മോഡൽ എന്താണെന്നുള്ളത് കണ്ടു അല്ലെ, ഹവാർഡ് മോഡൽ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൽ നിന്ന് അല്ലെ, അതിന്റെ തന്നെ ഒരു ഇതാണ് എന്ന് പറയുന്നത് വാർവിക് മോഡൽ എന്ന് പറയുന്നത്. This HRM framework represents an analytical approach to HRM. ഓക്കെ, അപ്പോ നമ്മുടെ ഹവാർഡ് മോഡലിന്റെ ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സമീപനമാണ്. ഹവാർഡ് മോഡൽ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു അല്ലെ. അത് കുറച്ച് നീണ്ട ഒരു അല്ലെ ഒരു മോഡലാണ്. അതായത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, കസ്റ്റമേഴ്സിന്റെ താല്പര്യങ്ങൾ അല്ലെ, പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങളുണ്ട്. അതായത് എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾ, എംപ്ലോയറുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ലെ. ഇവിടെ കുറച്ചും കൂടി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഘടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ മാർക്കറ്റ് അല്ലെ, എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് വേണം. അതെല്ലാം തന്നെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയി ഓർഗനൈസേഷൻ മുന്നോട്ട് ചരിച്ചു. പക്ഷേ നമ്മൾ എംപ്ലോയീസിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത്, അതായത് എംപ്ലോയീസ് ഒക്കെയാണ്, എംപ്ലോയീസിനെ അല്ലെ നിലനിർത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ ബിസിനസ് ഡൗൺ ആയിപ്പോകും അല്ലെ. അപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമുക്കറിയാം ഇപ്പോ പഴയ കാലഘട്ടത്തിലെ അല്ലെ ഒരു സ്ഥാപനം പോലെയല്ല. നമ്മളിപ്പോ പഴയ കാലഘട്ടത്തിലെ സ്ഥാപനത്തിൽ തന്നെ ഇപ്പൊ നവഡേസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ കാണാം. ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിലേക്ക് നിന്നിരുന്ന പ്ലേസുകളിലെല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്ന മോഡലുകളാണ് അല്ലെ. അപ്പൊ അതെല്ലാം നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ നേടിയെടുക്കേണ്ടതുണ്ട്. സോ അതെല്ലാം തന്നെ എംപ്ലോയീസും ക്യാച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എംപ്ലോയീസിനെ നമുക്കറിയാം നോളജ് സ്കില്ലും ഡെവലപ്പ് ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലാണ് ഓർഗനൈസേഷൻ സാധിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ മോഡലുകളെ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഹെഡിങ്സ് ഒക്കെ പഠിക്കാം. അതില് പ്രധാനമായിട്ടും കുറച്ച് ഇയേഴ്സ് അല്ലെ വ്യക്തികളുടെ പേരുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ കമ്പോണൻസുകൾ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം. ഓക്കെ, ഫസ്റ്റ് ഈ ഭാഗം ഒരു ഇച്ചിരി ബോറടിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാലും ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? താഴേക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത മൂവ്മെന്റ് നടത്താനൊക്കെ സാധിക്കും. കാരണം നമുക്ക് ഒന്നിച്ച് ഓക്കെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഭാഗങ്ങളാണ്. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് ആ ഇയറും പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിലും ചോദിക്കാവുന്ന ഒരു കാര്യം, ഡെവലപ്ഡ് ഫ്രം ദ ഹവാർഡ് മോഡൽ. വാർവിക് മോഡല് ഡെവലപ്പ് ഫ്രം വിച്ച് മോഡൽ? നമുക്കറിയാം വാർവിക് മോഡല് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹവാർഡ് മോഡലിൽ നിന്നാണ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഹവാർഡ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാത്തിനെയും കൺസിഡർ ചെയ്യണം, എല്ലാത്തിനെയും പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായിട്ട് കാര്യം. ഓക്കെ, താഴേക്ക് പോവാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് ഒബ്ജക്റ്റീവ്സിലേക്ക് പോവാം. ചെറിയൊരു പോർഷനും കൂടി നമുക്ക് കവർ ചെയ്യാം.
എന്താണ് ഒബ്ജക്റ്റീവ്സിൽ പറയണേന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് HR. ഓക്കെ, HR-ത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. To help the organization to attain its goal effectively and efficiently by providing competent and motivated employees. ഓക്കെ, നമുക്കറിയാം നല്ല രീതിയിൽ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് ഈ പറഞ്ഞ മാതിരി കോമ്പൻസേഷൻ റിവാർഡ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുത്താൽ എന്താ പ്രധാനമായിട്ടും പറ്റുന്നത്? To help the organization to attain its goal efficiently, effectively and efficiently. അവരുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്താണോ അത് ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാ അങ്ങനെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും നേടിയെടുക്കാൻ പറ്റുന്നത്? അതായത് എംപ്ലോയീസിന് അവരെ സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിലുള്ള മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുക, ഒപ്പം തന്നെ അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കോമ്പിറ്റന്റ് ആക്കി അവരെ വളർത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി നമുക്ക് ഫലപ്രദമായിട്ട് കാര്യക്ഷമമായിട്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലക്ഷ്യങ്ങള് നമുക്ക് മെയിൻ ആയിട്ട് അല്ലെ നല്ല ഫലപ്രദമായിട്ട് നേടിയെടുക്കാനായിട്ട് സജ്ജമാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ്ലി. ഓക്കെ, ഉള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒരു കമ്പനിയിൽ എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സസ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എത്രത്തോളം ഹ്യൂമൻ ബീയിങ് ആണോ അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ആ റിസോഴ്സസിനെ നല്ല പരമാവധി ഉപയോഗപ്രദമാക്കി എടുക്കുക അല്ലെ, അവരുടെ കഴിവുകളൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്രദമാക്കി എടുക്കുക എന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ലക്ഷ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് അവിടെ ആ ഒരു അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള ഒരു ചാൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവര് ലക്ഷ്യമിടുന്നത് അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് ഫലപ്രദമായിട്ട് ലക്ഷ്യം എടുക്കുക അല്ലെങ്കിൽ പരമാവധി യൂട്ടിലൈസേഷൻ നടത്തുക അല്ലെ എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ നോക്കുക ടു പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസിന് ചില ജോലി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴല്ലേ എംപ്ലോയീസിന് അങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ ചെയ്താൽ മതി ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സാധ്യതകളാണ് അല്ലെ. അവരെ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അവര് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആക്കി മാറ്റുക അല്ലെ, അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റ് ആണ് എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. Okay, then next to increase the employees' satisfaction and the self-actualization. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അല്ലെ അവര് വർക്ക്ഔട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടണം. ഓക്കെ, നമ്മളെ റിവാർഡുകളൊക്കെ കൊടുക്കാന്ന് പറയുന്നത് അവരെ പോസ്റ്റ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഒക്കെ ആവും അവരെന്താവും സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. ഒരു ജോലി ചെയ്യുന്നതിന്റെ ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഒരു പരിഗണന എന്താണ് അവിടെ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതിൽ അവർ സാറ്റിസ്ഫൈഡ് ആകുന്നു. അതോടൊപ്പം തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ, സ്വയം പര്യാപ്തമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ കോൺഫിഡൻസോട് കൂടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മറ്റൊരു പറയുന്നത് ടു ഇൻക്രീസ് ദ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഫിഫ്ത് പോയിന്റ് നോക്കാം ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഓക്കെ, നമുക്കറിയാം അല്ലെ ജീവിത നിലവാരം കൂടി ഉയർത്താനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നു. കേസ് നമുക്ക് അല്ലെ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുന്ന അതിനനുസരിച്ചിട്ടുള്ള സാലറി പാക്കേജ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. സാമ്പത്തികമായിട്ട് അവർക്ക് കുറച്ചും കൂടി നേടിയെടുക്കാനായിട്ടാണ് എന്താണ് കമ്പനി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെ. ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താല് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്താല് അവർക്ക് അധിക സാലറി ഒക്കെ കൊടുക്കാനായിട്ട് കമ്പനി തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് ഈ എംപ്ലോയീസിന് സാധ്യമാകുന്നത്. ഓക്കെ, ആരെങ്കിലും ഓവർ ടൈം ഒക്കെ ചെയ്തിട്ട് സാലറി വേണ്ടെന്ന് പറയോ? അങ്ങനെ സാലറി തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഓവർ ടൈം ചെയ്യുള്ളൂ അല്ലേ? ശരിയല്ലേ? അല്ലേ, ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാലറി അധികമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? അല്ലെ, അത് തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ അവരുടെ ജീവിത നിലവാരം അതുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടു പോകാനായിട്ടൊക്കെ സാധിക്കും.
നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ് HR പോളിസീസ് ടു ഓൾ എംപ്ലോയീസ്. നമുക്കറിയാം എംപ്ലോയി ആയിട്ട് കൂടുതൽ ഇടപെടുന്നത് നമുക്കറിയാം പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ മാനേജേഴ്സോ ഒന്നല്ല. HR ഡിപ്പാർട്ട്മെന്റ് അവിടെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും കൂടുതലായിട്ട് തൊഴിലിടങ്ങളിലെ എംപ്ലോയീസ് ആയിട്ട് കൂടുതൽ ഇടപെടുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അവരുടെ നയങ്ങൾ അല്ലെ, തീർച്ചയായിട്ടും എന്താണോ എന്താണ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഓർഗനൈസേഷൻ എന്തൊക്കെ നിയമങ്ങളാണോ അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതെല്ലാം എംപ്ലോയീസിന്റെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത് ഈ HR ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ്. To communicate HR policies to all employees, എല്ലാ എംപ്ലോയീസിന്റെ ഇടയിലേക്ക് പോളിസികളൊക്കെ എത്തിക്കാനായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നതാണ്. Okay, seventh point നോക്കാം. To increase to the fullest the employees job satisfaction and self-actualization. Okay, മെയിൻ ആയിട്ട് നമുക്കറിയാം എംപ്ലോയീസ് ആണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ആണ്. എഫക്റ്റീവ് ആയിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള റിസോഴ്സ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടായിരിക്കും പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. അപ്പൊ തൊഴിലാളിക്ക് എന്തൊക്കെ തരത്തിലുള്ള സാറ്റിസ്ഫൈഡ് ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞ മാതിരി സാലറി മാത്രമല്ല ഈ കാലഘട്ടത്തിലൊക്കെ ഉള്ളത് അല്ലെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ടൂൾ പാക്കേജുകൾ അല്ലെ, അതൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കും. ഇതിനു വേണ്ടിയിട്ട് അത് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവാനാണ് അല്ലെ. ചില ഇതുകളിലൊക്കെ നമുക്കറിയാം എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ഡേയ്സ് ഒക്കെ വളരെ അടിച്ചു പൊളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിന് ഹാപ്പി ആവാൻ അല്ലെ, സാറ്റിസ്ഫൈഡ് ആവാൻ. ഈ സ്ട്രെസ് നിറഞ്ഞ എല്ലാ ദിവസത്തെ ജോലിയുടെ ഇടയിൽ നല്ല എൻജോയ്മെന്റുകളും കൂടിയിട്ട് അല്ലെ പോകാനൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ്. ടു ഇൻക്രീസ് ദ ഫുള്ളസ്റ്റ് ദ എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അത് തൃപ്തികരമായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ചില വർക്കിംഗ് കണ്ടീഷൻസുകളൊക്കെ ചൂടുകാലൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ എന്താണ് അവിടെ തൊഴിലുടമയോടൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിട്ട് അവരെയും കൂടി ഒക്കെ അല്ലെ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള രീതിയിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം തന്നെ HR ഡിപ്പാർട്ട്മെന്റ് ആണ് അവരെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സെൽഫ് അക്യൂച്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വയം പര്യാപ്തതയോട് കൂടിയിട്ട് ഇൻ കേസ് ചിലപ്പോൾ പുതിയ ഇംപ്ലിമെന്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് പാക്കേജുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് അഡീഷണൽ ആയിട്ട് അല്ലെ പല കാര്യങ്ങളും എംപ്ലോയീസിന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അവര് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴെന്താണ് എംപ്ലോയീസ് ഹാപ്പി ആകും, അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം ഉയർത്താനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും. ഇതെല്ലാം ലക്ഷ്യം എടുത്തുകൊണ്ടാണ് HR ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഇതിലൊക്കെ ഏതെങ്കിലും അല്ലെ who communicate അല്ലെങ്കിൽ who increase the employee satisfaction and self-actualization, which department deal with എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ പുറത്ത് വരിക HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് അല്ലെ. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് HR എന്നുള്ള രീതിയിൽ ചോദിച്ച ഓപ്ഷനിൽ നമുക്കറിയാം മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് കാണാം അല്ലെ. ഇന്നലത്തെ ക്ലാസ്സിന്റെ അറ്റൻഡ് ചെയ്തോ? മോക്ക് ടെസ്റ്റ് ചെയ്തോ? മോക്ക് ടെസ്റ്റ് വന്നായിരുന്നില്ലേ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തായിരുന്നോ? ചെയ്തില്ല? ചെയ്തിട്ടായിരുന്നു. ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഓക്കെ, വന്നിട്ടുണ്ടാവും. ഓക്കെ, എനിവേ എന്തായാലും നമ്മളുടെ ക്ലാസ് കഴിയുമ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാ ദിവസവും ഈ മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇതുവരെയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. കണ്ടില്ല. ഓക്കെ, ദിവസം വന്നോളാം, കഴിക്കണ്ട. നെക്സ്റ്റ് ഡേ ആയിട്ടെങ്കിലും എത്തിക്കോളും. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഉണ്ടാവും. ഓരോ ക്ലാസ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് കിട്ടുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ അവയർനെസ് തന്നതല്ലേ? മോക്ക് ടെസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്
എന്റെ പേര് സോളി, SOLY. മൊഡ്യൂള് കഴിയുമ്പോൾ എക്സാംസ് ഉണ്ടാകും. ഓക്കെ, എന്തായാലും മാനേജ്മെന്റ് പറയുന്ന അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാം. പഠിക്കാനൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ ഒരു മോഡൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഏത് ഇയറിലൊക്കെ ആണെന്ന് പറയുമ്പോൾ ഓപ്ഷനിൽ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അല്ല ഏത് മോഡലാണെന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ മോഡലിലെ കമ്പോണൻസ് ഏതാന്നൊക്കെ രീതിയിൽ ചോദിക്കുമ്പോൾ കമ്പോണൻസ് നമുക്കറിയാം 4 ഓപ്ഷൻ ഉണ്ടാവും. 4 ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും, അത് മാനേജ്മെന്റ് പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്ന മോഡലാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അതായത് ഓപ്ഷനോട് കൂടിയ മോഡലായിരിക്കും. സോ ആ 4 എണ്ണത്തിൽ ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളപ്പോ പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റ് വെച്ച് നമുക്ക് റിവൈസ് ചെയ്ത് പോകാൻ, ഒന്നും കൂടി പുറത്ത് പോകാനും എളുപ്പത്തില് ആൻസർ അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പഠിപ്പിച്ച രീതി മതിയോ? ഇത് തന്നെ മതിയോ? ക്ലിയർ ആണ്? ഓക്കെയാണ്, ഈ രീതി തന്നെ മതി. ഓക്കെ, എന്തായാലും ഒന്ന് വായിച്ചിട്ട് വരാൻ തന്നെ ശ്രമിക്കാം. അപ്പൊ നെക്സ്റ്റ് ഡേയില് നമ്മുടെ ക്ലാസ്സിന് മുമ്പ് ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ മോഡലൊക്കെ വന്നതുകൊണ്ട് ഒരു ചെറിയ എന്താ പറയാ തിയറി പേപ്പർ ആയതുകൊണ്ട് ഒരു ചെറിയ ബോറിംഗ് വന്നിട്ടുണ്ടാവും. പക്ഷെ താഴേക്കൊന്നും അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് HRM മാനേജ്മെന്റ് എന്നുള്ളത്, അതിന്റെ വിവിധ മോഡലുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അതെ, നാളെയും ഞാൻ തന്നെയാണ്. നമുക്ക് നാളെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നമുക്ക് നെക്സ്റ്റ് ഡേയില് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണ്? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഒന്നിച്ച് ചോദിക്കരുത്. ഞാൻ മ്യൂട്ടാക്കി, കാരണം എല്ലാവരും കൂടി ഒന്നിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഭയങ്കര ഡിസ്റ്റർബായിരിക്കും. സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ചോദിക്കാൻ ശ്രമിക്കാം. മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഉദ്ദേശമൊന്നും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മെസ്സേജ് അയക്കാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെസ്സേജ് അയക്കുമ്പോൾ ഡിസ്റ്റർബ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനൊക്കെ സാധിക്കും. എങ്കിലും ലാസ്റ്റ് ടൈമിലൊക്കെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്തായാലും മ്യൂട്ട് ആക്കിയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങുമ്പോഴാണ് നമ്മൾ മ്യൂട്ട് ആക്കിയിട്ട് ക്ലാസ് തുടങ്ങുന്നത്. ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ട് വരിക. എന്തെങ്കിലും അപ്പോഴും വായിക്കുന്ന കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു.